അൻപിനായ ജനമികയാദികളെ വരേണ ഭുവാഗ്നിവായു ജഗദാമുർമിതേന വ്യാസവന്ധനം. ഗുരുപൂർണിമയാണ് നമ്മുടെ ഏറ്റവും ഗുരുക്കന്മാരെല്ലാവരെയും ഇരുത്തി ശിഷ്യന്മാര് ആ വ്യാസ ഭഗവാനായിട്ട് കണ്ട് ഗുരുവിനെ പൂജിക്കുന്നത് ആ ജൂലൈയിൽ വരുന്ന പൗർണമിയാണ്. അപ്പൊ ആ ഗുരുവിനെ നമ്മള് വ്യാസ ഭഗവാനാണ് വേദങ്ങളെ സാധാരണയായിട്ട് തോൽക്കുന്നത്. അപ്പൊ ആ വ്യാസ ഭഗവാനെ സ്മരിക്കുന്നു. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ പുല്ലാരവിന്ദായ നമത്ര നേത്ര ജ്ഞാനദ്വയോ ഭാരതൈകം പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ സാധനാദി പവിത്രീകരണം. പല സ്ഥലത്തു നിന്നുമുള്ള സാധനങ്ങൾ മന്ത്രം പറഞ്ഞ് ശുദ്ധി. ഓം പുനാദിതേ പരിശുദ്ധകം സോമകം സൂര്യസദുഗിത പാരേണ ശശദാതന. ഇത് മംഗളാചരണം. എല്ലാവർക്കും അക്ഷതം നമ്മുടെ തലയിൽ ദേവന്മാര് പൂജിക്കുന്നതുകൊണ്ട് അരി കൊടുക്കുക. ബാക്കിയുള്ള എല്ലാവർക്കും അക്ഷതം ഇട്ടിട്ട് ദേവ. ഓം ദായു ആ ഗ്ലാസ്സിലെ വെള്ളം നമ്മളിനി പൂജയ്ക്ക് തയ്യാറാവുകയാണ്. അപ്പൊ ഗ്ലാസ്സിൽ വെള്ളം തരും. അതിനെ നമ്മൾ പറയുന്ന രീതിയിൽ 5 തരത്തിലാക്കണം. ആദ്യം ദേഹശുദ്ധികളാണ്. ഇടത് കയ്യിൽ വെള്ളം എടുത്ത് വലത് കയ്യിൽ അടയ്ക്കുക. ഇടത് കയ്യിൽ വെള്ളം എടുക്കുക, വലത് കയ്യിൽ അടയ്ക്കുക. ഓം അപവിത്രഃ പവിത്രവാദമാവതാഗതോ വിവ ജഗത്പരേ പുണ്ഡരീകാക്ഷം ദഭാഗ്യാഭ്യന്തര ശുചി. ഓം പുനാദ് പുണ്ഡരീകാക്ഷക പുനാദ് പുണ്ഡരീകാക്ഷക പുനാദു. ദേഹശുചി. ഇനി വലത് കയ്യിൽ വെള്ളം എടുക്കുക. 3 അന്തക്കങ്ങൾ മനസ്സ് ബുദ്ധിച്ചിട്ട് ഒരു പ്രാവശ്യം വരെ സ്വാഹം പറയുമ്പോൾ കുടിക്കുക. ഓം അമൃതോപസ്തരണമസി സ്വാഹ. വീണ്ടും എടുക്കുക. അമൃതാഭിദ്യാനമസി സ്വാഹ. ഇനി എടുക്കുക. ഓം സത്യം ശ്രീമൈ സ്വാഹ. ഇനി ഇടത് കൈ നമ്മുടെ കുടുംബയുടെ ഈ തലയുടെ കുടുംബയാണ് പണ്ട് നമ്മുടെ ആ ഒരു സംസ്കാരത്തിന്റെ ഇതൊരു വാക്കുകളാണ്. ഓം ചിത്രൂപിണി മഹാമായേ ദിവ്യതേജ സമന്വിതേ തിഷ്ഠദേവി ശിഖാമധ്യേ തേജോ വൃദ്ധിം ഗുരുഷമേ തേജോ വൃദ്ധിം ഗുരുഷമേ. ഇനി പ്രാണായാമം. കൈയെല്ലാം കുറച്ചിട്ട് നട്ടലെന്നുള്ളത് ഇന്ന് ഭൂമധ്യത്തിൽ ഉദയസൂര്യൻ വരുന്നതായിട്ട് സങ്കല്പിക്കുക. ശ്വാസം എടുക്കുക. എന്നിട്ട് പതുക്കെ പൂജയിലുള്ള പ്രാണായാമമാണ്. ഈ പ്രാണായാമം വെച്ചാണ് ഋഷികൾ അത് അവസാനം ഈശ്വരൻ കൊടുക്കുന്ന ഒരു വരമാണ്. ഓം ബഹ ഓം ബവഹ ഓം സഗഹ ഓം മഹ ഓം ജനഃ ഓം തപഃ ഓം സത്യം ഓം തത്സവിതുർവര. ഈ ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ശുദ്ധി ചെയ്യുന്ന മാത്രമാണ്. ആദ്യം ചുണ്ടിന്റെ 2 വശം, പിന്നെ മൂക്ക്, കണ്ണേ ആസ്യസ്തു. ഓം അസ്വർമേ പ്രാണോസ്തു. ഓം അഷ്ണോർമേ ചക്ഷുരസ്തു. ഓം കർണോർമേ ശ്രോത്രമസ്തു. ഓം ബാഹോർമേ ബലമസ്തു. ഓം പൂർവോർമേ ഓജസ്തു. ഓം അരിഷ്ടാനിമേ. ആ ഭൂമി ദേവിയെ നമ്മൾ ആരാധിക്കുന്നു. മന്ത്രം പറയാം. അക്ഷതപൂ എടുത്തിട്ട് മന്ത്രം ചെയ്യുന്നോടെ ഇതിലിടുക. ഓം ധൃതയാ ലോക ദേവി ത്വം വിഷ്ണുനാധൃത ത്വം ച ധാരയ മാം ദേവി പവിത്രം കുരുചാസനം പവിത്രം കുരുചാസനം. ഇനി നമ്മുടെ സങ്കല്പമാണ്. അക്ഷതപൂ എടുക്കുക. നമുക്ക് നമ്മൾ പ്രാർത്ഥന ചെയ്ത് ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാം. നമുക്ക് എപ്പോഴും ശാന്തിയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ജീവിക്കാൻ പണം വേണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഭഗവാന്റെ അത് വേണം. കുട്ടികൾക്ക് പഠിപ്പ് വേണം. നിങ്ങളെല്ലാം പഠിച്ച് നല്ല മിടുക്കികളാവണം. അപ്പൊ നിങ്ങളുടെ സങ്കല്പം നിങ്ങൾക്ക് ഡോക്ടറാണോ എഞ്ചിനീയർ ആവണോ എന്താണാവോ വേണ്ട.
അപ്പൊ അത് നിങ്ങൾ അത് ആഗ്രഹിക്കുക, അതിനുള്ള കർമ്മങ്ങൾ വന്നു ചേരും. അതനുസരിച്ച് നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ. അതാണ് ക്ഷേത്രത്തിന്റെ മുമ്പ് നമ്മൾ കുമ്പസരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അയ്യോ എന്റെ ദുഃഖമെല്ലാം മാറ്റി തന്നെ പറഞ്ഞിട്ട് പിന്നെ പറയും എൻ്റെ മകൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കണം, കല്യാണം നടക്കണം, ഇതെല്ലാം പറയും. അപ്പൊ നമുക്ക് ശാന്തി ഉണ്ടാവും, അതവിടെ പ്രവർത്തിക്കും. ഓം വിഷ്ണു ശ്രീമദ്ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണോരാജ്ഞാ പ്രവർത്തമാനസ്യ അദ്യ ശ്രീ ബ്രഹ്മണോ തൃതീയ പ്രാപ്തേ ശ്രീശേതവാരകൽപേ വൈവസ്വമന്നേ ഗോലോകേ ജംബുദ്വീപേ ഭരത്വർഷേ ഭരത്ഖണ്ഡേ ആര്യാവർത്തകദേശാന്തർഗതേ പരശുരാമക്ഷേത്രേ മാസാനാപൂജനപൂർവകം ഗായത്രീ ഹോമകർമ്മ സങ്കല്പം അകം കരിഷ്യേ. ഈ ചന്ദനം ഇടുന്നത് നമ്മുടെ നാഡീ നർമ്മന്റെ ഇവിടെയാണ്. നമ്മുടെ ഒരു കുളിർമ ഉണ്ടാവാൻ വേണ്ടിയാണ് ചന്ദനദാനം നമ്മുടെ ശാസ്ത്രം പറയും. ഓം ചന്ദനസ്യ മഹത് പുണ്യം പവിത്രം പാപനാശനം ആപദാം വരദേ നിത്യം ലക്ഷ്മി തിഷ്ഠതി സർവദാ ലക്ഷ്മി തിഷ്ഠതി സർവദാ. ഇനി വീണ്ടും അക്ഷതവും പൂവും കുറച്ച് വെള്ളം നമ്മുടെ കയ്യിലില്ല. കലശത്തെ നമ്മൾ പൂജിക്കാൻ, കലശ കുംഭം വെച്ചാണ് നമ്മളെല്ലാ ആചാര്യന്മാരും പോറ്റി കുംഭത്തോടുകൂടി, അല്ല ഹാരം കൊണ്ട് നമ്മൾ താവ് കൊണ്ടുപോകുന്നല്ല. കുംഭത്തിന് അത്രയും എല്ലാ ദൈവങ്ങളുടെയും ഒരു സങ്കല്പമുണ്ട്. അപ്പൊ നമ്മളെ ഇത് വെച്ചിട്ട് എല്ലാ ക്ഷേത്ര ഈശ്വരന്മാരെയും നമ്മൾ മനസ്സിൽ കാണുക. ഓം തത്വായാമി ബ്രഹ്മണാവന്ദമാനഃ തദാ ജാത്രേയ ജമാനോഹവേർഭിഗി അഗേണമാനോ വരുണേക ബോധ്യരുജഗ സമാന ആയുഃ പ്രമോഷി ഓം മനോജുതിർജുഷദാമാജ്യസ്യ ബ്രഹസ്പതിർയജ്ഞമിമം ധനോചരീഷ യജ്ഞഗന്ധമിമം ദദാതു വിശ്വേ ദേവാസായികമാദേം നമോ പ്രതിഷ്ഠ. ഓം വർണ്ണായ നമഃ. ആവാഹയാമി സ്ഥാപയാമി ധ്യായാമി പുഷ്പാണി ധൂപം ദീപം നൈവേദ്യം സമർപ്പയാമി. ഓം കലശസ്യ മുഖേ വിഷ്ണു കണ്ഠേ രുദ്രസമാവൃതഃ മൂലേ ത്വസ്യ സിതോ ബ്രഹ്മ മധ്യേ മാതൃഗണാത്മത കോശായജ്ഞം കർത്തുമീകേതലോദ്ഭവ താനിധ്യം ഗുരുമേ ദേവ പ്രസന്നോ ഭവ സർവദാ പ്രസന്നോ ഭവ സർവദാ. ഇനി നമ്മൾ ദീപത്തെ പൂജിക്കുന്നു. നമ്മളെ ഏറ്റവും നമുക്ക് ലളിതമായ അഗ്നിയാണ് വിളക്ക്. വീട്ടിൽ വിളക്ക് വെച്ചിട്ട് വൈകുന്നേരവും രാവിലെയും ഈശ്വര പ്രാർത്ഥന ചെയ്യാൻ പറയും. ഇത് ഉയർന്ന അഗ്നിയാണ് ഹോമം. ഈ ഹോമത്തില് അതിലാണ് പരിഹാരങ്ങളെല്ലാം ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ഒരു 5-6 ഹോമങ്ങളുടെ ഇടയ്ക്ക് അത് താന്ത്രിക്കാണ്. ആ സമയത്ത് നമ്മൾ ആരും കേട്ടില്ല, അവർ ശുദ്ധമായിരിക്കും, മത്സ്യാംസാദികൾ കഴിക്കും. അത് താന്ത്രിക് പൂജ, ഈ സാത്വികം. ഹോമത്തിലെ അഗ്നി ഉയർന്ന അഗ്നിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ദിവസവും വിളക്ക് വെച്ച് ആരാധന ചെയ്യുന്നതിന്റെ ലക്ഷ്യം അതാണ്. ഈശ്വരന് ഒരു വിളക്ക് സങ്കല്പത്തിൽ ദീപം, ആ ദീപത്തിൽ നിന്ന് എത്ര ജ്യോതി കൊളുത്തിയാലും അവിടെ കുറവില്ല, പൂർണ്ണ. നമ്മൾ 5 പൂവ് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്നുകൊണ്ട് വിളക്കിന്റെ സൈഡിൽ ഇട്ടാൽ മതി. ഓം ജ്യോതിർജ്യോതിരാഗ്നി സ്വാഹ ഓം ജ്യോതിർജ്യോതി സൂര്യഃ സ്വാഹ ഓം അഗ്നിർവജ്ജോ ജ്യോതിമർജഃ സ്വാഹ ഓം സൂര്യോവാപ്യോ ജ്യോതിമർജഃ സ്വാഹ ഓം ജ്യോതി സൂര്യ ജ്യോതിക്ക് സ്വാഹ. ഇന്ന് നമ്മൾ ഗുരുവിനെ സ്മരിക്കുക, ഗുരുവിനെ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ മന്ത്രത്തിന്റെ അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാതൃവർത്താലയ ക്രീഡ പിതൃവാത്മാർഗദർശിക നമോസ്തു ഗുരു സത്തായേ ശ്രദ്ധാ പ്രജ്ഞായുധാജയ. ഓം ശ്രീ ഗുരവേ നമഃ. ആവാഹയാമി സ്ഥാപയാമി ധ്യായാമി.
ഇനി നമ്മളെ ഗായത്രിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പടം വെച്ച് പൂജ ഗായത്രിക്കില്ല. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്തോ ആക്കായിട്ടൊന്നും ജപിക്കുവാനൊന്നും കഴിവതും എല്ലാം തെറ്റിച്ചിരിക്കും. അപ്പൊ അതാണ് ആ 24 അക്ഷരത്തിലൂടെ നമ്മുടെ നാഡീ നരമ്പിൽ ഒരു ഉണർവ് വന്ന് ബുദ്ധിക്ക് ഒരു വികാസം വരും. ആവശ്യമുള്ളത് എടുക്കും. ഗായത്രിക്ക് ഒരു പ്രത്യേകത, അത് ഹംസത്തിനൊരു ഇതുണ്ട്. പാലും വെള്ളം ചേർത്ത് പാല് മാത്രം ശക്തി കിട്ടി, വെള്ളം ആ പക്ഷികളിലൂടെ. അതേപോലെ നമ്മുടെ ഈ ഗായത്രി ഉപാചനം നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് ആവശ്യമുള്ള മാത്രമേ ഉള്ളൂ. മറ്റതെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ അതിലൊന്നും തലവയ്ക്കില്ല. ഈശ്വര കാര്യത്തിൽ ഇറങ്ങുന്ന ആ വഴിക്ക് നേർവഴിക്ക് പോകാൻ പറ്റും. അപ്പൊ ആ അമ്മയെ പഞ്ചമുഖിയായിട്ടുണ്ട്, വരണമായിട്ട് ഹംസത്തിന്റെ പുറത്തുണ്ട് താമര. ആ അമ്മയെ നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചു വരുന്നു. ആ താന്ത്രിക്കിൽ ആവാഹനം ചെയ്യുമ്പോൾ എല്ലാവരും ആ ഗായത്രി ദേവിയെ മനസ്സിൽ വിചാരിക്കുക. അതോളം പറഞ്ഞത് ഓം ദേവി രക്ഷരേ ബ്രഹ്മവാദിനി ഗായത്രി ബ്രഹ്മയോനേ നമോസ്തുതേ. ഓം ശ്രീ ഗായത്ര്യൈ നമഃ. ആവാഹയാമി സ്ഥാപയാമി ധ്യായാമി തദോ നമസ്കാരം കരോമി. അമ്മയുടെ ആയുസ്, കീർത്തി, സമ്പത്ത് എല്ലാം ചോദിക്കും. നമ്മൾ അമ്മയുടെ ചോദിക്കും. വീട്ടിലെ അമ്മയുടെ അമ്മ എല്ലാം തന്നെ അതേപോലെ അമ്മയുടെ ചോദിക്കുന്നു. ഓം അവരെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു വരുത്തിയിട്ട് ഓം ഗണപതിയാണ്. ഓം സർവവിഗ്രഹനാധിപതയേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. അറിയാനുള്ള മന്ത്രം ജപിക്കാം. ശുക്ലാം ഭരതരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ. സർവദാ സർവകാലേഷു നാസ്തിദേഷാമമംഗളം. യേഷാം കൃതിസ്ഥോ ഭഗവാൻ മംഗളായ തനോ ഹരി. വിനായകം ഗുരുഭാനും ബ്രഹ്മ വിഷ്ണു മഹേശ്വരം സരസ്വതിം പ്രണമദ്ധൗ ശാന്തികാര്യാർത്ഥസിദ്ധയേ. മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷോ മംഗളായ തനോ ഹരി. ബ്രഹ്മൈ ചതുർമുഖോ ബ്രഹ്മ സത്യലോക പിതാമഹ ദൈത്യമണ്ഡലേ ചാസ്മിൻ മമ സർവാർത്ഥസിദ്ധയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികൃത്യാനഗമ്യം. വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. വന്ദേ ദേവം ഉമാപതിം സുരഗുരും വന്ദേ ജഗത്കാരണം. വന്ദേ മന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനാംബരി. വന്ദേ സൂര്യശാംഗവഗ്നിനയനം വന്ദേ മുകുന്ദപ്രിയം. വന്ദേ ഭക്തജനാശ്രയം ജവരദം വന്ദേ ശിവം ശങ്കരം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഉർവാരുകമിവ തന്നഃ മൃത്യോർമുഷീയമാമൃതാ. ദുർഗേ ശ്രീദാഹരദേവീ നമസ്തേ പ്രേതാമതിമതീവജുവാം ദദാ. ഇനി എല്ലാ ദമ്പതികളെ നമ്മള് നമഃ പറഞ്ഞാൽ സിദ്ധിബുദ്ധി സഹിത ശ്രീ മഹാഗണാധിപതയേ നമഃ. ഓം ലക്ഷ്മീനാരായണാഭ്യാം നമഃ. ഓം മഹേശ്വരാഭ്യാം നമഃ. ഓം വാണീകരണ്യഗർഭാഭ്യാം നമഃ. ഓം സരിവരന്തരാഭ്യാം നമഃ. ഓം അരുൾജനകബലേഭ്യോ. ഓം ഗണദേവതാഭ്യോ. ഓം ഗ്രാമദേവതാഭ്യോ. ഓം സ്ഥാനദേവതാഭ്യോ. ഓം വാസുദേവതാഭ്യോ. ഓം സർവേഭ്യോ ദേവേഭ്യോ. ഓം സർവേഭ്യോ ബ്രാഹ്മണേഭ്യോ. ഓം സർവേഭ്യോ തീർത്ഥേഭ്യോ. ഓം യതത്കർമ്മ പ്രധാന ശ്രീ ഗായത്രി ദേവ്യൈ നമഃ. ഓം പുണ്യം ദീർഘമായുരസ്തു. ആവാഹയാമി സ്ഥാപയാമി ആസനം സമർപ്പയാമി പാദ്യം സമർപ്പയാമി അർഘ്യം സമർപ്പയാമി ആചമനം സമർപ്പയാമി സ്നാനം സമർപ്പയാമി.
വസ്ത്രം സമർപ്പയാമി. യജ്ഞോപവീതം സമർപ്പയാമി. ഗന്ധം വിലേപയാമി. ഗന്ധം വിലേപയാമി. അക്ഷരം പുഷ്പാണി സമർപ്പയാമി. ധൂപം ആക്രാപയാമി. ദീപം ദർശയാമി. താംബൂലം പുഷ്പഫലാനി സമർപ്പയാമി. സർവമോഹി അക്ഷരാൻ സമർപ്പയാമി. ദക്ഷിണാം സമർപ്പയാമി. തതോ നമസ്കാരം കരോമി. നമ്മൾ തൊട്ട് തൊഴുക. ഓം നമോസ്തനന്ദായ സഹസ്രമൂർത്തയേ സഹസ്രപാദാശു ശിരോരുഭാഗവേ സഹസ്രനാമേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമഃ. സഹസ്രകോടിയുഗധാരിണേ നമഃ. ഇനി നമ്മൾ അക്ഷരം പൂ കൊടുക്കുക. അക്ഷരം പൂ കൊടുക്കുക. പൂവുണ്ടാകാം. അക്ഷരം പൂ എടുത്തിട്ട് ലോക നന്മയ്ക്കും നമ്മുടെ ബന്ധുക്കൾ ലോകത്തുള്ള എല്ലാവരും നന്നായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഓം ഗണാനാം താം ഗണപതിഹം അവാമഹേ പ്രിയാണാം താം പ്രിയമതിഹം അവാമഹേ നിധീനാം താം നിധിപതിഹം അവാമഹേ അസോ മമ ആഗമജാനി ഗർഭധമാകമജാസി ഗർഭധമ. ഓം സ്വസ്തിനോ ഇന്ദ്രോ വൃദ്ധശ്രവാഃ മത്സ്യനഖപൂഷാ വിശ്വവേദാഃ സ്വസ്തിന രാശിയോ അരിഷ്ടനേമി സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം വയ പൃഥിവ്യാം വയ ഔഷധി വയോ ദിവ്യാന്തരുഷയപൗഷധി വയസ്വതി പ്രതിശ സന്തു മഹ്യം. ഓം വിഷ്ണോരരാടമസി വിഷ്ണോഃ നത്രേശോ വിഷ്ണോഃ തുലസി വിഷ്ണോ ധ്രുവോ അസി വൈഷ്ണവമസി വിഷ്ണുവേ ത്വ. ഓം അഗ്നിർദേവത വദോ ദേവത സൂര്യോ ദേവത ചന്ദ്രമാ ദേവത വസവോ ദേവത രുദ്രോ ദേവത ആദിത്യാ ദേവത മരുതോ ദേവത വിശ്വദേവാ ദേവത ബൃഹസ്പതിർദേവേന്ദ്രോ ദേവത വരുണോ ദേവത. ഓം ദൗ ശാന്തിരന്തരീക്ഷകം. ഇനി നമ്മൾ ദിഗ്ബന്ധനാണ്. ഓം പൂർവേ ദക്ഷവാരാഹ ആഗ്നേയാംഗരുഡധ്വജ ദക്ഷിണേ പത്മനാഭസ്തു നൈരുത്യം പശ്ചിമേ ജൈവ ഗോവിന്ദ വ്യായാം ദുർഗനാഥോത്തരേ ശ്രീവരണായന ഊർധം രക്ഷ ദാതാ ഓന്നക്തിയസ്ഥാനം രക്ഷ ദിശമവസപ്തം ഹേ ഭൂതാ ഹേ ഭൂതാസ്മി സംസ്ഥിതാ ദേവി ചന്ദുവിഘ്നകർത്താര ദേഹചന്ദുജോ അവഗാമന്തു ഭൂതാനി പിശാചോ സർവബന്ധിശ സർവേഷമവിരോധേന യജ്ഞകർമ്മസമാരഭേ യജ്ഞകർമ്മസമാരഭേ. നമ്മളിനി അടുത്ത മുഖ്യമായ ചടങ്ങിലോട്ട് കയറാണ്. അഗ്നിസ്ഥാപനം. അഗ്നിയെ നമ്മൾ പ്രാർത്ഥിച്ചു വരുത്തുന്നു. അതിന്റെ ചടങ്ങാണ്. ഓം ദേവാം ആസാദയാദിക. ഓം അഗ്നേ നമഃ. ആവാഹയാമി സ്ഥാപയാമി ധ്യായാമി ഗന്ധാക്ഷതം പുഷ്പാണി. You have 80% of battery backup left.
അഗ്നി കത്തുന്നുണ്ട്. കുറച്ച് മന്ത്രങ്ങൾ ഓം യന്മണ്ഡലം ദീപ്തികരം വിശാലം രത്നപ്രഭം ദേവമനാദിരൂപം ദാരിദ്ര്യ ദുഃഖക്ഷയകാരം ച നാല് സംവിധാനമാണ്, നാല് സങ്കല്പങ്ങളാണ്. ധർമാർത്ഥ കാമമോക്ഷവും നമ്മുടെ 4 ആശ്രമങ്ങളും അതെല്ലാം സങ്കല്പങ്ങൾ. അനാധ്യേന സ്വാഹ ഇതമഗ്നേ ജാതവേദം നാമാമ ഓം സംവിധാഗ്നിന്ദു വസ്തുതകൃതേർമോദയാസ്മിന്നോജുഹോത്തന സ്വാഹ അഗ്നേയം നാമോസു സംവിധാകൃതം ജുഹോതം അഗ്നേ ജാതവേദം നാമാമ ഓം തം താസം വിരംഗിരോ ഹൃദയനം ദയാമചായ വൃഷ്ട്യ സോ അഗ്നേ അഗ്രസേദം നാമാമ ഓം ഇനി നമ്മൾ പ്രധാനപ്പെട്ട 7 പേർക്ക് അഗ്നിയിൽ പരിശോധിക്കുന്നു. ഓം പ്രജാപതയേ സ്വാഹ പ്രജാപതയേ നമഃ. ഓം ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ നമഃ. ഓം അഗ്നയേ സ്വാഹ അഗ്നയേ നമഃ. ഓം സോമായ സ്വാഹ ഇദം സോമായ നമഃ. ഓം മുഖസ്വാഹ ഇദം അഗ്നയേ നമഃ. ഓം ഭുവകസ്വാഹ ഇദം വായവേ നമഃ. ഓം സഹസ്വാഹ ഇദം സൂര്യായ നമഃ. ഇനി നമ്മള് അടുത്തിരിക്കുന്നവര് ഭക്തിയോട് ഗായത്രി മണ്ഡലത്തിന്റെ നമ്മൾ കുറച്ച് അടുത്ത കാര്യം അടുത്ത് മോളിൽ ഒരാൾക്ക് ഒന്ന് 2 പേരിട്ടിട്ട് അടുത്ത പിന്നെ ബാക്കിയുള്ളത് അടുത്തല്ലേ അടുത്ത് വെച്ചോണ്ട് അടുത്തിരിക്കുന്നവരുടെ ഇത്രേ ഉള്ളൂ കേട്ടാ. ഇങ്ങനെ എടുക്കുക. ഈ 2 പേരും അടുത്ത ബാക്കിയുള്ളവർ അടുത്തേക്ക് നമ്മൾ അടുത്തേക്ക് ഇടാൻ പറ്റില്ല. അഗ്നിയിലിടുക. ഓം ഒരാളോട് ഒരാളോടൊന്നും ഒരാളാണ് അമ്മാണെങ്കിൽ മാതാ ശരിഞ്ഞല്ലായിരുന്നു. ഓം ഭൂർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നമഃ. ഓം ഭൂർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നമഃ. ഓം ഭൂർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നമഃ. ഓം ഭൂർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നമഃ. ഓം ഭൂർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നമഃ.
ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നാമമ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നാമമ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നാമമ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നാമമ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നാമമ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നാമമ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ ഇദം ഗായത്രീദം നാമമ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്